തമിഴിലെ വമ്പൻ ഹിറ്റ് ചിത്രം കാതൽ ദേശം റിലീസ് ചെയ്തിട്ട് ഇന്നേക്ക് 27 വർഷം. 1996 ഓഗസ്റ്റ് 23-നായിരുന്നു സിനിമയുടെ റിലീസ്. 90കളിലെ യുവാക്കളുടെ ഹരമായിരുന്നു ഈ സിനിമ. കതിർ സംവിധാനം ചെയ്ത തമിഴിലെ പ്രണയ ചിത്രമാണ് കാതൽ ദേശം. വിനീതും അബ്ബാസുമാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. തബു, SP ബാലസുബ്രഹ്മണ്യം, വടിവേലു, ചിന്നജയന്ത്, ശ്രീവിദ്യ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങൾ. ഒരു പെൺകുട്ടിയെ തന്നെ പ്രണയിക്കുന്ന 2 കോളേജ് കുമാരന്മാരുടെ കഥയും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് ചിത്രം പറയുന്നത്. അബ്ബാസിന്റെ അരങ്ങേറ്റ ചിത്രം കൂടിയായിരുന്നു കാതൽ ദേശം. ഈയൊരൊറ്റ ചിത്രത്തിലെ അഭിനയത്തിനു പിന്നാലെ അബ്ബാസ് സിനിമാ പ്രേമികളുടെ ഹീറോയായി മാറി. സംവിധായകൻ കതിറുമായി നടന്ന ആകസ്മിക കൂടിക്കാഴ്ചയാണ് അബ്ബാസിന് ചിത്രത്തിൽ അവസരമൊരുക്കിയത്. വിക്രം അബ്ബാസിനായി ഡബ്ബ് ചെയ്തപ്പോൾ തബുവിനു വേണ്ടി നടി സരിതയും ഡബ്ബ് ചെയ്തു. AR റഹ്മാനാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. KV ആനന്ദ് ഛായാഗ്രഹണം നിർവഹിച്ച പടം ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയമായിരുന്നു. ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം പുതുതലമുറ നെഞ്ചിലേറ്റി. കല്ലൂരി സാലൈ, മുസ്തഫ എന്നീ അടിപൊളി ഗാനങ്ങൾ ഒരിക്കൽ പോലും മൂളാത്തവരുണ്ടാകില്ല. അന്തരിച്ച വാലിയുടേതായിരുന്നു വരികൾ. AR റഹ്മാനാണ് മുസ്തഫ എന്ന ഗാനം ആലപിച്ചത്. തമിഴ് സിനിമാ മേഖലയ്ക്ക് പുത്തൻ ഊർജം പകർന്ന സിനിമ കൂടിയായിരുന്നു കാതൽ ദേശം. ഈ ചിത്രം തെലുങ്കിലേക്ക് പ്രേമദേശം എന്ന പേരിലും ഹിന്ദിയിൽ ദുനിയ ദിൽവാലോങ്കി എന്ന പേരിലും റീമേക്ക് ചെയ്തു. 28ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും ഈ ഹിറ്റ് സിനിമ ഇന്നും തലമുറകളുടെ ഇഷ്ട സിനിമകളിലൊന്നാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.